ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യുന്നതായിട്ട് കാണുമ്പോൾ ഒരു ഫാൻ എന്നുള്ള എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, വിഷമം തോന്നിയിട്ടുണ്ടോ? വിഷമം തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഈ കുറ്റം തെളിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ ആരെയും അങ്ങനെ സിനിമകളിൽ വെച്ചിട്ട് ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യുമ്പോൾ സിനിമകൾ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് ഡീഗ്രേഡ് ചെയ്യുമ്പോഴേ അത് സിനിമ വർക്കാവാത്തുള്ള ഓഡിയൻസ് ഉറപ്പായിട്ടും വിമർശിക്കും. അപ്പം അത് ദിലീപേട്ടൻ നല്ലൊരു പെർഫോമൻസ് ആയിട്ട് തിരിച്ചു വരും എന്നുള്ളത്, തിരിച്ചു വരാൻ എങ്ങും പോയിട്ടില്ല. പക്ഷെ എന്നാലും ദിലീപേട്ടൻ ഇനിയും ഇതേപോലെ കലകിക്കൊണ്ടിരിക്കും എന്ന് അറിയാം. ലൈക്ക് പുള്ളിക്കാരൻ്റെ സിനിമകൾ ഇനിയും വന്നുകൊണ്ടിരിക്കും, അത് ഓഡിയൻസ് സ്വീകരിക്കുക തന്നെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആ ഒരു പ്രതീക്ഷയിലാണ്. എന്താണ് കണ്ടു? അതെ, പോയില്ലല്ലോ. അതോടെ പറവട്ടെ, നന്നായിട്ട് പോകുന്നുണ്ടെന്ന് പറയാം. അഭിനന്ദിക്കാൻ എത്തിയിരുന്നു നമ്മുടെ സെറ്റില്. ഞാൻ ചെയ്തിരുന്നു. പ്രിൻസ് കണ്ടതിന് പിറ്റേ ദിവസം തന്നെ പോയി ദിലീപനെ കണ്ടു. ഒരുപാട് സന്തോഷമായിരുന്നു പറഞ്ഞു. നേരിൽ തന്നെ പറയണമെന്ന് തോന്നി. ഈ സിനിമയിൽ എങ്ങനെ ഉണ്ടായിരുന്നു? പുതിയ നായകൻ നായകൻ അടിപൊളിയാണ്. നായകനായിട്ടുള്ള എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. രഞ്ജിത്തുമായിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു വർക്ക് ചെയ്യാൻ. ഞങ്ങൾ ആദ്യം കണ്ടപ്പോൾ ഞാൻ പോയി ചേട്ടാന്നൊക്കെ വിളിച്ചു, ഒന്ന് ബഹുമാനിക്കാന്നൊക്കെ വിചാരിച്ചു. അപ്പൊ തന്നെ രഞ്ജിത്ത് പറഞ്ഞു അങ്ങനെ വിളിക്കുന്നത്, രഞ്ജിത്ത് എന്ന് വിളിച്ചാൽ മതി. അപ്പൊ അങ്ങനെ പിന്നെ ഡാൻസ് പ്രാക്ടീസ്, പിന്നെ ഷൂട്ട്, പ്രൊമോഷൻസ്, ഏറ്റവും കൂടുതൽ ഞങ്ങൾ കമ്പനി ആയത് പ്രൊമോഷൻ ടൈമിലാണ്. സോ അങ്ങനെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. രഞ്ജിത്തിന്റെ സിനിമകൾ കണ്ടിട്ടുണ്ടല്ലോ. ഉറപ്പായിട്ടും ഇറങ്ങിയ സിനിമകളിൽ രഞ്ജിത്തിന്റെ സിനിമ ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരുന്നു? സിനിമ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഗോളമാണ്. പക്ഷെ രഞ്ജിത്തിന്റെ പേഴ്സണൽ പെർഫോമൻസ് വൈസ് എനിക്ക് ഖൽവാണ് കുറച്ചുകൂടി ഇഷ്ടമായി. പക്ഷെ എനിക്ക് തോന്നുന്നു പേഴ്സണലി സിനിമ UK വെച്ചിട്ട് രഞ്ജിത്തിന്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് അതായിട്ടാണ് തോന്നുന്നത്. നായിക ബേസിക്കലി ഒരു ഡാൻസർ ആണ്. UK വരുമ്പോൾ ഡാൻസ് ചെയ്യാനുള്ള എബിലിറ്റി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ രീതിയിൽ പ്രതീക്ഷിക്കാമോ? അതെ, ഇപ്പം സിനിമയുടെ രസമാല എന്നൊരു സോങ് റിലീസായിരുന്നു. അപ്പൊ അതില് ഒരു ഫുൾ ലെങ്ത് ഡാൻസ് സോങ് ആണത്. അപ്പൊ അത് മാക്സിമം ഞാൻ ആക്ച്വലി സിനിമയിൽ എൻ്റെ എൻട്രി ആ സോങ് കഴിഞ്ഞിട്ടായിരുന്നു. പക്ഷേ ഓഡിഷനൊക്കെ കഴിഞ്ഞ് കൺഫേം ആയതിനു ശേഷം ഞാൻ ഡാൻസർ ആയതുകൊണ്ട് ആ ചെറിയ സ്ക്രിപ്റ്റിൽ ഒരു ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതിലും എനിക്കൊരു ഭാഗമാവാൻ പറ്റി. സന്തോഷം.